നമുക്കിന്ന് പാവക്കക്കറി ഉണ്ടാക്കാം. എല്ലാവരും കാണണേ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വരും, നമുക്ക് പാവക്കക്കറി ഉണ്ടാക്കാം. നമുക്കിന്ന് പാവക്ക തേങ്ങ വറുത്തരച്ച് വെക്കാം. അതിന് വേണ്ടി എടുത്തിരിക്കുന്ന പാവക്കയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുത്ത് വെക്കണം. ഉപ്പൊക്കെ ഇരുന്ന് പിടിക്കട്ടെ. കണ്ടോ? കയ്പ്പ് ഇഷ്ടമല്ലാത്ത ആളുകൾ ഉപ്പ് മാത്രം പുരട്ടി വെച്ച് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കയ്പ്പ് നീര് ഊറി വരും. അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് കറി വെക്കാം. അപ്പോൾ ഇത്തിരി കയ്പ്പ് കുറവുണ്ടാവും. ഇപ്പോൾ തേങ്ങ വറുത്തരച്ച് പുളിയൊക്കെ ഇട്ട് വെക്കാവുന്നതുകൊണ്ട് കുറച്ച് കയ്പ്പ് കുറവുണ്ടാവും. ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. പാവക്കക്കറി താളിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഉലുവ. ഞാൻ എല്ലാത്തിലും ഉലുവ ഇടും. അത്യാവശ്യം എന്താ വെച്ചാൽ നമുക്ക് ബോഡി പെയിനൊക്കെ വളരെ ആശ്വാസമുള്ളതാണ് ഉലുവ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്ക കറികളിൽ ഞാൻ ഉലുവ ചേർക്കാറുണ്ട്. ഉലുവ, വേപ്പില, പിന്നെ ഉപ്പ്. കണ്ടോ? ഇത്രയും സാധനങ്ങൾ നമുക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പുളിയിട്ട് ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിത് താളിച്ച് കഴിഞ്ഞ ശേഷം മൺചട്ടിയിലോട്ട് മാറ്റും കേട്ടോ. നമുക്ക് പുളിയിട്ടത് അലൂമിനിയം ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം ചട്ടി തുളഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റി ഇത് മൊരിഞ്ഞ ശേഷം നന്നായി വഴറ്റുക. സവാള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതിൻ്റെ പച്ചമണം, അതായത് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ഇപ്പോൾ പച്ചമണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മണമൊന്നുമില്ല. മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ആ മണം ആവട്ടെ. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി
നമുക്കതിലേക്ക് മുളക് പൊടി ഇടാം. കണ്ടോ, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാവക്ക ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചത്, അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതാണ്, കയ്പ്പ് ഊറി വന്നത്, അത് ഇതിലേക്ക് ഇടാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ഇതിൽ കിടന്ന് അത് നന്നായി വേവട്ടെ, ഈ മസാലയിൽ കിടന്ന് നന്നായി വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരവി വറുത്തൊക്കെ എടുക്കാം. ഓക്കെ, അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. പാവക്ക കറിയിലേക്ക് വേണ്ട പീര നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് മൂക്കണം കേട്ടോ, എന്നാലേ ആ കളറ് കിട്ടുള്ളൂ. ഉണക്കപ്പീര എല്ലാം തീർന്നിരിക്കണം, മഴയായതുകൊണ്ട് വേറെ ഉണക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഇച്ചിരി ടൈം എടുക്കും. കറി താളിച്ചിട്ടതിൽ വേപ്പില വെളുത്തുള്ളി എല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, കുറച്ച് കുരുമുളക് മാത്രമേ ചേർക്കണുള്ളൂ. നന്നായിട്ട് മൂക്കട്ടെ. കണ്ടോ, നന്നായിട്ട് തേങ്ങ മൂത്തിട്ടുണ്ട്. ഇത് ഇനി ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, പാവക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. കണ്ടോ, ഞാൻ ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഇനി അത് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം, അതിൻ്റെ പൾപ്പെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞരടി അതിൻ്റെ ആ ക്രീം പോലെയുള്ള ക്രീമെല്ലാം അലുത്ത് നമുക്ക് ആ വെള്ളത്തിൽ മിക്സായി കിട്ടും. എന്നിട്ട് ആ വെള്ളം നമുക്ക് പാവക്ക വേവിച്ച ചട്ടിയിലേക്ക് ഇടാം. ഇങ്ങനെ എടുക്കണം, പിഴിഞ്ഞ് ഞരടി. എൻ്റെ ഇത് ഇവിടെ തന്നെ ഉണ്ടായി പുളി ആയതുകൊണ്ട് ഞാൻ കുരു ഒന്നും കുത്തിയിട്ടില്ല. കുരു കുത്താതെ ഉപ്പ് ഇട്ട് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്.
കണ്ടോ, പുളിവെള്ളം ഞാൻ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് ഇനി നമുക്കിതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, എന്നാലും അതിലേക്ക് നന്നായിട്ട് പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പുളിവെള്ളം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് ഇടാം. അരിച്ച് പാനിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പുളിയും മധുരവും കയ്പും ഉപ്പും ഒക്കെ ചേർന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, തേങ്ങ വറുത്തരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ചട്ടിയിലേക്ക് ഇടാം. തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൂട്ടാം. കണ്ടോ, തേങ്ങ വറുത്തരച്ച ആ കറിയുടെ ആ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ശർക്കരയും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു മണം വരുന്നു. പുളിയും എല്ലാം മിക്സ് ആയിട്ടുള്ള നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. തേങ്ങ വറുത്തരച്ച പാവക്ക കറിയാണിത്.